ചോറ് കഴിച്ചാൽ വെയിറ്റ് കൂടും. ലോ കാർബ്സ് എന്ന് പറഞ്ഞാൽ കാർബ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. ഇതൊക്കെയാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ലോ കാർബ്സ് എന്ന് പറഞ്ഞാൽ കാർബ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നല്ല, മറിച്ച് കാർബ്സ് ശരിയായ രീതിയിൽ റൈറ്റ് പ്രൊപ്പോർഷനിൽ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നതാണ്. വെയിറ്റ് ലോസ്, PCOS, ഡയബറ്റിസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റി ലിവർ എന്നിങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ലോ കാർബ് ഡയറ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ലോ കാർബ് ഡയറ്റ്സിൽ സാലഡ് മാത്രം കഴിക്കണം എന്നതല്ല, മറിച്ച് നമ്മളുടെ ഇന്ത്യൻ മീൽസ് തന്നെ ലോ കാർബാക്കി നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നതാണ്. സോ വാട്ട് ഈസ് ലോ കാർബ്സ്? ലോ കാർബ്സ് മീൻസ് റെഡ്യൂസിങ് ഷുഗേഴ്സ്, ഷുഗറി ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ് ആൻഡ് ഓൾസോ റിഫൈൻഡ് കാർബ്സ്. പക്ഷേ നമ്മളുടെ ബോഡിക്ക് കാർബ്സ് വളരെയധികം അത്യാവശ്യം കൂടിയാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബെറ്റർ കാർബ് ക്വാളിറ്റി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക, മോർ പ്രോട്ടീൻ ആൻഡ് മോർ ഫൈബർ നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ പോർഷൻ കൺട്രോളും ചെയ്യുക. ഒരു ബെസ്റ്റ് ലോ കാർബ് ഇന്ത്യൻ മീൽ ഐഡിയ പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് രാഗി ദോശ വിത്ത് പനീർ പ്ലസ് സാലഡ്, ലഞ്ചിന് സ്മോൾ പോർഷൻ റൈസ് വിത്ത് ഫിഷ് കറി പ്ലസ് തോരൻ, ഡിന്നറിന് ഒരു ചപ്പാത്തി വിത്ത് ഗ്രിൽഡ് ചിക്കൻ ഓർ പനീർ വിത്ത് വെജിറ്റബിൾസ്. സ്നാക്ക് ഐഡിയാസ് പറയുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് ചൂസ് ചെയ്യുക. അതിൽ റോസ്റ്റഡ് ചന, ബോയിൽഡ് എഗ്സ്, ബോയിൽഡ് ഗ്രീൻ ഗ്രാം ആൻഡ് ഓൾസോ ബോയിൽഡ് രാജ്മ. റൈസ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോർ മോസ്റ്റ് പീപ്പിൾ. അതിന് പകരം റൈസിൻ്റെ അളവ് കുറച്ച് വെജിറ്റബിൾസും പ്രോട്ടീനും ആ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. വെജിറ്റബിൾസും പ്രോട്ടീനും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്രേവിങ്സ് കുറയുകയും ഫുൾനെസ് തോന്നുകയും ചെയ്യും. സോ റിമെമ്പർ, ലോ കാർബ്സ് മീൻസ് സ്റ്റാർവേഷൻ അല്ല, ബാലൻസ് ആണ്. Healthy meals can still be nutritious, filling, tasty and also weight loss friendly. ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടും വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ അത് ഫുഡിൻ്റെ ആയിരിക്കില്ല, മറിച്ച് പോർഷൻ സൈസിൻ്റെ ആയിരിക്കാം. ഈവൻ ഹെൽത്തി ഫുഡ്സ് ഒരുപാട് കഴിച്ചാലും നമ്മളുടെ കാലറീസ് കൂടും. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പോർഷൻ കൺട്രോൾ മെയ്ഡ് സിമ്പിൾ. പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യാതെ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കറക്റ്റായി നോക്കി കഴിക്കുക എന്നതാണ്. ലൈക്ക് റൈസ് ഹെൽത്തി ആണ്, പക്ഷേ അതൊരു 3 to 4 കപ്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കാലറീസ് കൂടും. നട്ട്സ് ഹെൽത്തി ആണ്, പക്ഷേ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് കാലറീസ് ആൻഡ് ഓൾസോ ഫാറ്റ് കൂട്ടും. സോ ഹെൽത്തി ഫുഡ് പ്ലസ് പോർഷൻ കൺട്രോൾ ക്യാൻ ഗീവ് us better health. Why portion control is important? Portion control helps in weight management, diabetes control, reduces bloating, better digestion, and also prevents from overeating. Many people think they are eating less, പക്ഷേ സ്നാക്സ്, ഷുഗേഴ്സ്, എക്സ്ട്രാ റൈസ് ഇതൊക്കെ അവർ അറിയാതെ തന്നെ അവരുടെ കാലറീസ് കൂട്ടുന്നതാണ്. എളുപ്പത്തിൽ ഒരു മെത്തേഡ് പറയാം. യുവർ ഹാൻഡ് ഈസ് യുവർ പോർഷൻ ഗൈഡ്. പ്രോട്ടീനായ ചിക്കൻ, പനീർ, എഗ്, ഫിഷ് ഇതിനൊക്കെ 1 palm സൈസ് ഈസ് ഈക്വൽ ടു 1 പോർഷൻ സൈസ്. കാർബ്സ് ആയ റൈസ്, ചപ്പാത്തി, ദോശ ഇതൊക്കെ 1 കപ്ഡ് ഹാൻഡ്സ് എന്ന രീതിയിൽ എടുക്കുക. ഫാറ്റ്സ് ആയ നട്ട്സ്, സീഡ്സ്, ഓയിൽ ഇതൊക്കെ 1 thumb സൈസ് ഇസ് ഇനഫ്. വെജിറ്റബിൾസ് 2 handful വെജീസ് എടുക്കാൻ ശ്രമിക്കുക. ടിപ്സ് ഫോർ പോർഷൻ കൺട്രോൾ: യൂസ് സ്മോളർ പ്ലേറ്റ്സ്. അത് നമ്മളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ പതുക്കെ കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് ഒരു 20 മിനിറ്റ് എടുക്കും ഫുള്ളാണ് എന്ന് തോന്നിക്കാൻ. പിന്നെ പ്ലേറ്റിൽ ഹാഫ് വെജിറ്റബിൾസ് ആക്കുക. പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ചിപ്സ് കഴിക്കാതെ ഒരു സ്മോൾ ബൗളിലാക്കി കഴിക്കാൻ ശ്രമിക്കുക. ഇത് ഓവർ ഈറ്റിംഗ് പ്രിവെന്റ് ചെയ്യിപ്പിക്കും. TV കണ്ടുകൊണ്ട് കഴിക്കുമ്പോൾ അതിന് ഓവർ ഈറ്റിംഗ് ചാൻസ് കൂടുതലാണ്. മെനി പീപ്പിൾ തിങ്ക് സ്കിപ്പിംഗ് മീൽസ് ക്യാൻ ഹെൽപ്പ് ദം വിത്ത് വെയിറ്റ് റെഡ്യൂസിങ്. പക്ഷേ അത് പിന്നെ ഓവർ ഈറ്റിങ്ങും ക്രേവിങ്സും കൂട്ടാൻ മാത്രമേ സഹായിക്കുള്ളൂ. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 അപ്പം പ്ലസ് ലാർജ് ക്വാണ്ടിറ്റി ബീഫ് കറിക്ക് പകരം 2 അപ്പം പ്ലസ് മോർ കറി പ്ലസ് മോർ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഒരു ലാർജ് പാക്കറ്റ് ചിപ്സിന് പകരം അത് ഒരു സ്മോൾ ബൗളിലാക്കി അതിൻ്റെ കൂടെ നട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രമിക്കുക. സ്ട്രിക്റ്റ് ഡയറ്റ്സിന് പകരം പോർഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. സോ eat smart, not too little or too less.